ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിച്ചോറാണ്. അപ്പോൾ ഞാൻ ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. മട്ടൻ വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാനൊരു മീഡിയം സൈസിലാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. ചിലവർ ഇത് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ എടുക്കാറുണ്ട്. ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 3/4 കിലോ എടുത്താലും മതിയായിരിക്കും. ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ഉപ്പും മഞ്ഞളൊക്കെ ഇതിൽ പിടിക്കും. നമുക്ക് ഓരോന്ന് ചേർക്കുമ്പോഴും മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് ചതച്ചിട്ട് ചേർത്തിരിക്കുകയാണ്. പിന്നെ ഇതിലോട്ട് പൊടികൾ ചേർക്കേണ്ടത് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, അതേപോലെ വലിയ ജീരകം 3/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ. കുറച്ചും കൂടിയും എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് അതൊരു പെപ്പർ പൗഡർ 1 ടീസ്പൂൺ വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്, ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാല 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇനി മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. ഓരോ വട്ടം ഞാൻ മിക്സ് ചെയ്യണത് കൂടുതൽ അതൊക്കെ ഒന്ന് ഇറച്ചിയിൽ പിടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. എല്ലാം കൂടെ അവസാനം മിക്സ് ചെയ്താലും മതി. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സവാളയൊക്കെ അരിയാം ഇതിങ്ങനെ വെച്ചിട്ട്. ഞാനിപ്പോൾ ഓൾറെഡി സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർക്കുകയാണ്. സവാള ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലിയ സവാളയാണ്. അപ്പോൾ അതൊന്നിങ്ങനെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തത് ഒന്ന് വിടിയിച്ച് ചേർക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 3 എണ്ണം വരെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ, ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 പിടി വേപ്പില ചേർക്കുന്നുണ്ട്. അതേപോലെ 1 പിടി മല്ലിയിലയും ചേർക്കുന്നുണ്ട്. പുതിനയില വേണമെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ ഇതൊരു വേറൊരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും. ഇനി ഇതിലോട്ട് ഞാൻ ഒരു പകുതി ലെമൺ അത് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുരു വീഴാണ്ട് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയെന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം ഈ ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. വെള്ളത്തിനും കൂടെ ചേർന്ന രീതിയിൽ ഉപ്പ് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം. ഈ ഇറച്ചിയുടെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. എന്തായാലും ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ വേണ്ടി വരും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇറച്ചി വേവിച്ചെടുക്കാം. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഇറച്ചിയുടെ പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വാലാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ വെന്ത വെള്ളവും ബീഫും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. ഞാൻ ഇതേ കുക്കറിൽ തന്നെയാണ് ഇറച്ചിച്ചോറ് തയ്യാറാക്കണേ. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ കുക്കർ വീണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയുടെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കൂടുതൽ നിൽക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഇതിലോട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് വറുത്തെടുക്കുന്നുണ്ട്. ചിലവരത് ഇടും, ചിലവർ ഇടണ കണ്ടിട്ടുമില്ല. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇവിടെ മോനൊക്കെ ഉള്ള കാരണം ഇതൊക്കെ ചേർക്കണത് അവന് ഇഷ്ടമാണ്. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കണത് ബേ ലീവ്സ് ചേർക്കുന്നുണ്ട്. ചെറുതായി കാരണം 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി പട്ട ചേർക്കാം, ഒരു 2 എണ്ണം ചേർത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. 2 ഏലക്കായ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുവാണ്, ഒരു 5 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കോലം 1 എണ്ണം ചേർത്തിട്ടുണ്ട്. കുരുമുളക് കുറച്ച് ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതേപോലെ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം.
ഇനി ഇതിലോട്ട് ഞാൻ ഒരു സവാളയാണ് ചേർക്കുന്നത്. ചെറിയൊരു സവാള ഇതേപോലെ തന്നെ നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി ഈ സവാള നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒന്ന് എരിവാകാമെന്ന്. അതുകൊണ്ട് ഇതിലോട്ട് ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും അതേപോലെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അരിച്ചു വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അത് ഡ്രൈ ആക്കി എടുക്കണം. അതിലുള്ള വെള്ളമൊക്കെ വറ്റണം. അപ്പോഴാണ് ആ ടേസ്റ്റ് ശരിക്കും വരുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഇനി ചെയ്യേണ്ടത് എത്രത്തോളം വെള്ളം വേണമെന്നാണ്. ഞാനിവിടെ 3 ഗ്ലാസ് കൈമരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ബീഫ് വെന്ത വെള്ളം 2.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഗ്ലാസും കൂടിയാണ്. അതായത് 1 ഗ്ലാസ് കൈമരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 2 ഗ്ലാസ് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാലാൻ വെച്ചിരുന്ന കൈമ റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്നും കൂടെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ രണ്ടും നല്ലപോലെ ഡ്രൈ ആവും. ആ മസാലയൊക്കെ റൈസിൽ പിടിക്കുകയും ചെയ്യും. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ബസുമതി റൈസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും കുറച്ചധികം നേരം അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ. കൈമ റൈസ് ആയ കാരണം അങ്ങനെ ഒരു പ്രശ്നം പെട്ടെന്ന് വരില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് വേണമെങ്കിൽ പുതിനയിലയും കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോണത് ബീഫ് വേവിച്ച വെള്ളമാണ്. ഇത് 2.5 ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണക്ക് കൂട്ടുക. മൊത്തം വേണ്ട വെള്ളം കണക്ക് കൂട്ടുക. എന്നിട്ട് ബീഫ് എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് വെള്ളം ചൂടാക്കി എടുക്കുക. ഇത് ചൂടുവെള്ളമാണ്. 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തം 4.5 ഗ്ലാസ്സാണ് വെള്ളം വേണ്ടത്. ഞാനൊരു 1/4 ഗ്ലാസും കൂടെ വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വേവ് കുറയുകയാണെങ്കിൽ ഒട്ടും ഇഷ്ടാവില്ല. വേവ് എപ്പോഴും എനിക്ക് അത്യാവശ്യം വേണം. അതുകൊണ്ടാണ് ചേർത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് ചേർത്താലും മതി. ഞാനൊരു 1/4 ഗ്ലാസ് അധികം എടുത്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കണം. ഉപ്പ് ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാൻ വലിയ പ്രയാസമാണ്. ഇനി കുക്കർ അടയ്ക്കാം. വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇടുന്നുണ്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 3 മിനിറ്റാണ് ഇടുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഇളക്കി നോക്കി, തുറന്ന് നോക്കി എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയാൻ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു. നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലോട്ട് ഞാൻ വിസിൽ വെച്ച് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തു. വിസിൽ വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടി നിങ്ങൾക്കൊരു പുഴുകി വേവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദോശപ്പാനിൻ്റെ മേലെ ഇത് കയറ്റി വയ്ക്കുക. അപ്പോൾ അടിയിലുള്ള ചോറ് കരിയാണ്ട് നമുക്ക് കിട്ടും. വീട്ടിലുള്ള ദോശക്കല്ല് നല്ലതായ കാരണം ഞാൻ അത് ചെയ്യുന്നില്ല. വിസിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക തന്നെയാണ് ചെയ്തത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. ഇറച്ചിച്ചോറ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലോട്ട് പകർത്താണ്. അങ്ങനെ മലബാറുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിക്ചേഴ്സ് അയച്ചു തരാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.